ഹായ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടി വന്നതാണ്. IMU CET എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 28 ഉച്ചക്ക് 12 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് അപ്ലൈ ചെയ്യാം. ഈ എക്സാമിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1200 രൂപയാണ്. പക്ഷേ SC/ST കാറ്റഗറിക്ക് അത് 800 രൂപ മാത്രമേ ഉള്ളൂ. എക്സാമിൻ്റെ ഡേറ്റ് മെയ് 24-നാണ്. അപ്പോൾ എക്സാം 3 മണിക്കൂർ എക്സാം ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി പോകേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ മാത്സ്, GK ജനറൽ നോളജ്, അതേപോലെ തന്നെ എന്താണ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ അതിൽ ഫിസിക്സിൽ നിന്നും മാത്സിൽ നിന്നും 50 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് എക്സാമിന് ചോദിക്കുക. ബാക്കി ഞാൻ ഈ പറഞ്ഞ ഓരോ കണ്ടിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും എന്താക്കുക ചോദിക്കുക. അതുപോലെ തന്നെ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജ് ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ 17 മുതൽ 25 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. അതോടൊപ്പം തന്നെ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിരിക്കണം. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് 60% അതിൽ കൂടുതലോ, അതേപോലെ തന്നെ ഇംഗ്ലീഷിന് 50% അതിൽ കൂടുതലോ എന്ത് വേണം, മാർക്ക് വേണം. ഓക്കെ അല്ലേ? അപ്പോൾ അവർക്കാണ് നമുക്കിതിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കിട്ടുക. ഇവിടെ ഞാൻ എക്സാമിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ പലർക്കും എന്താണ് ഈ IMU അഥവാ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എന്നറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മാരിടൈം റിലേറ്റഡ് കോഴ്സുകൾ പഠിക്കുവാനുള്ള യൂണിവേഴ്സിറ്റിയാണ് ഈ പറഞ്ഞ IMU എന്ന് പറഞ്ഞത്. 2008-ലാണ് സ്ഥാപിതമായിരിക്കുന്നത്. എന്താണ് മാരിടൈം റിലേറ്റഡ് കോഴ്സുകൾ? ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മുടെ ഷിപ്പ് അല്ലെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഇനി ഏതൊക്കെ കോഴ്സുകളാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് BTech മെറൈൻ എഞ്ചിനീയറിംഗ്, BTech നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, പിന്നെ BSc നോട്ടിക്കൽ സയൻസ്, BBA ലോജിസ്റ്റിക്സ്. ഇതൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ. ഇനി എവിടേക്കാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ചെന്നൈയിലുണ്ട്, കൊച്ചിയിലുണ്ട്, കൊൽക്കത്ത, പിന്നെ അതേപോലെ നേവി മുംബൈ, അതേപോലെ മുംബൈ പോർട്ട്, വിശാഖപട്ടണം, ഇത്രയും സ്ഥലങ്ങളിലാണ് ഉള്ളത്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി എവിടെയായിരിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. 2 തരത്തിലുള്ള ജോലികളാണ് നമുക്ക് കിട്ടുക. ഒന്ന് സീ ബേസ്ഡ്, മറ്റേതാണ് ഷോർ ബേസ്ഡ്. ഇപ്പോൾ സീ ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് ഡെക്ക് ഓഫീസർ ആവാം, അതേപോലെ മറൈൻ എഞ്ചിനീയർ ആവാം, പിന്നെ ബൈ എക്സ്പീരിയൻസ് നമുക്ക് ക്യാപ്റ്റൻ വരെ ആവാൻ വേണ്ടി സാധിക്കും. ഇനി ഷോർട്ട് ബേസ്ഡ് ജോലികളാണെങ്കിൽ ഷിപ്പിംഗ് കമ്പനീസിൽ നമുക്ക് ജോലി കിട്ടും. അതോടൊപ്പം തന്നെ പോർട്ട് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗ്. ഓക്കെ, ഇവിടേക്കാണ് നമുക്ക് എന്താക്കുക ഇതിൻ്റെ ജോലി സാധ്യതകൾ ഉള്ളത്. ഇതിൽ വളരെ പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോലി കിട്ടുന്നൊരു കോഴ്സാണ്. അത്യാവശ്യം ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ 2025-26 കണക്കെടുക്കുകയാണെങ്കിൽ കൊൽക്കത്തയിൽ 90 to 95 വരെ % പ്ലേസ്മെന്റ് ഉണ്ട്. മുംബൈ പോർട്ട് 60 to 75, ചെന്നൈയിലാണെങ്കിൽ 85 to 90 വരെയാണ് എന്താക്കുക പ്ലേസ്മെന്റ് ഉള്ളത്. പിന്നെ നിങ്ങൾ ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി പിന്നെ വൈറ്റ് യൂണിഫോം ഇട്ടിട്ടൊക്കെ ജോലി എന്നൊക്കെ കാണാം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു ഗ്ലാമറസ് ജോബാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ദിസ് ഇസ് നോട്ട് എ വൈറ്റ് കോളർ ജോബ്, ബട്ട് ഇറ്റ് ഈസ് ഗ്രേ കോളർ ജോബ്. അതായത് അത്യാവശ്യം ഫിസിക്കൽ എഫേർട്ടുള്ള ഒരു ജോലി തന്നെയാണ്. അതിനൊക്കെ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇതുപോലുള്ള നിങ്ങളുടെ കരിയറിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാനും കൂടുതൽ കോഴ്സുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.